വി സിയുടെ നിർദ്ദേശമാണോ പ്രോ ചാൻസലർ എടുക്കേണ്ടത്? പ്രോ ചാൻസലർ ആയാലും വി സി ആയാലും ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഇതിനൊക്കെ ചില നിശ്ചിതമായിട്ടുള്ള രൂപങ്ങളുണ്ട്, അതനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കേണ്ടത്. ഭരണഘടനയുടെ വ്യവസ്ഥയ്ക്കുള്ളിലും അതുപോലെ സർവകലാശാലയിലാണെങ്കിൽ സർവകലാശാലയുടെ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം അനുസരിച്ചുമാണ് അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം വഹിക്കുന്നവർ പ്രവർത്തിക്കേണ്ടത്. ആ നിലയിലാണ് പ്രോ ചാൻസലർ എന്നുള്ള നിലയിൽ അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. വി സി പലതും പറയുന്നുണ്ട്. വി സി അവിടെ ഒരു കമോഷൻ ഉണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് 2 പേര് ഒരു ലിസ്റ്റ് എടുത്ത് 2 പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വായിക്കണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് മാധ്യമങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ആ 2 പേരുകൾ അവിടെ ഉന്നയിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വാസ്തവത്തിൽ അദ്ദേഹം തന്നെ അധ്യക്ഷവേദിയിലിരുന്ന് വിളിച്ചു പറയാനുണ്ടായത്, അല്ലാതെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യേ ആരെങ്കിലും പിന്താങ്ങ് ഒന്നും ഉണ്ടായിട്ടില്ല. ആരെങ്കിലും നിർദ്ദേശിക്കുകയും ആരെങ്കിലും പിന്താങ്ങുകയൊക്കെ ചെയ്താലാണല്ലോ നോമിനേഷനാവുക. ഒന്നാമത് ചെയറിൽ നിന്ന് അങ്ങനെ നോമിനേഷനിലേക്ക് പോകാനുള്ള ഒരു സാവകാശം അവിടെ ഉണ്ടായിട്ടില്ല. വൈസ് ചാൻസലർ അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത് ചാൻസലർ ഒക്കെ തന്നെ. വൈസ് ചാൻസലർ എന്തു പറയുന്നോ അത് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്.